ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പത്മവിഭൂഷൺ കലാകേരളത്തിൻ്റെ അഭിമാനം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, വേദിയിലുള്ള ബഹുമാന്യായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വത്തിലൊരാളായ ശ്രീ ബിനോയ് വിശ്വം, സംസ്ഥാന കേന്ദ്ര പുരസ്കാര ജേതാവ് കാവ്യ കേരളത്തിൻ്റെ അഭിമാനവുമായ ശ്രീ പ്രഭാവർമ്മ, നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ഡോക്ടർ പോൾ മണലി, സ്വാഗതം ആശംസിച്ച ശ്രീ ഡോക്ടർ ജോസ് പാറക്കടവിൽ, സദസ്സിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, സാംസ്കാരിക കേരളത്തിൻ്റെ പ്രകാശഗോപുരങ്ങളിലൊന്നായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ജന്മശതാബ്ദി ഇന്ന് തുടക്കം കുറിക്കുക. ആഘോഷങ്ങൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നു എന്ന് സെക്രട്ടറി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. 1926 മെയ് 12 അദ്ദേഹത്തിന്റെ ജനനം. കരുണാർദ്രമായ മനുഷ്യസ്നേഹത്തിന്റെയും ബാലസദൃശ്യമായ നിഷ്കളങ്കതയുടെയും തീപ്പൊരിപാറുന്ന പ്രസംഗകലയുടെയും പ്രതീകമായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോട് കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന അനശ്വരനായ പ്രതിഭയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രസംഗകലയിലേക്കുള്ള വരവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, 12 വയസ്സുള്ള കാലഘട്ടത്തിൽ ഞാനും സുഹൃത്തുക്കളും ചേർന്ന് പിതാവ് ദാമോദരൻ മാസ്റ്ററുടെ പ്രസംഗം കേൾക്കാൻ പല സന്ദർഭങ്ങളിൽ പല വേദികളിൽ പോയിട്ടുണ്ട്. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു ദാമോദരൻ മാസ്റ്റർ. മാസ്റ്ററുടെ പ്രസംഗത്തെക്കുറിച്ച് തന്നെ ഒരു വിശേഷണം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് രസകരമാണ്. വലിയ ശബ്ദത്തിൽ പ്രസംഗിക്കില്ല, ശബ്ദം മാധുര്യമുള്ളതല്ല, എന്നാൽ ആ ശബ്ദത്തിന് ചെറിയ അരുവികളിൽ ഒഴുകുന്ന ജലത്തിന്റെ ഗുളുഗുളു ശബ്ദമാണ് എന്നാണ് അദ്ദേഹം ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഗുളുഗുളു ശബ്ദത്തിൽ കൂടി പ്രതിപാദിക്കുന്ന ഉള്ളടക്കം ആശയപരമായി എന്നെ സ്വാധീനിച്ച് പ്രസംഗകലയിലേക്ക് എന്നെ ആകർഷിക്കപ്പെട്ടു എന്നാണ് അഴീക്കോട് മാസ്റ്റർ തന്റെ ആത്മകഥയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പ്രസംഗകലയിലേക്ക് വരുന്നു. ആ പ്രസംഗകലയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സാഹിത്യ മേഖലയിൽ അദ്ദേഹം നിരൂപണ സാഹിത്യ രംഗത്ത്, വിമർശന സാഹിത്യത്തിന്റെ രംഗത്ത് തുടക്കം കുറിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ ചിലതെങ്കിലും വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, എനിക്ക് ചിലതേ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായും സീതാകാവ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ രമണനും കവിതയെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം ജി ശങ്കരക്കുറുപ്പിന്റെ കുറിച്ചുള്ള വിമർശനവും അതുപോലെ തന്നെ സാഹിത്യ വിമർശനവും ഒക്കെ ഉയർത്തിക്കൊണ്ടാണ് വിമർശന സാഹിത്യത്തിന്റെ രംഗത്തേക്ക് അദ്ദേഹം രംഗപ്രവേശിച്ചത്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങളിലെല്ലാം സൗമ്യഭാവങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഖണ്ഡന രൂപത്തിൽ തന്നെ വളർന്നു വന്ന് നിശ്ചിതമായ രൂപത്തിൽ ആ വിമർശനത്തിന്റെ തോത് വളർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ വിമർശനങ്ങളെല്ലാം സൃഷ്ടിപരമായത്. അതിലാരെയൊന്നും ഇല്ല. സാഹിത്യരംഗത്ത് തെറ്റായ രൂപത്തിലുള്ള കാര്യങ്ങളും ശരിയായുള്ള കാര്യത്തിൽ നല്ല രൂപത്തിൽ അദ്ദേഹം പരിശോധിച്ച് വിമർശന സാഹിത്യ രൂപത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം എല്ലായ്പ്പോഴും ആരാധിച്ചിരുന്ന മഹാകവിയിൽ രണ്ടുപേരും, ഒന്ന് രവീന്ദ്രനാഥ ടാഗോറും, 2 മഹാകവി കാളിദാസനുമാണ്. അതേസമയം തന്നെ ആശാന്റെ എല്ലാ കവിതകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രസംഗകലകളിൽ എവിടെയെങ്കിലും ഒരു വാചകം, അത് വീണപൂവ് എടുത്താൽ, സിംഹപ്രസവം എടുത്താൽ, ഗ്രാമവൃക്ഷത്തിലെ കുയിലെടുത്താൽ, അതേപോലെ തന്നെ ചിന്താവ്യക്തിയായ സീര എടുത്താൽ, നളിനി കാവ്യം എടുത്താൽ, ലീല എടുത്താൽ, ദുരവസ്ഥ എടുത്താൽ, ചണ്ടാലവിഷ്ടി എടുത്താൽ, കരുണ എടുത്താൽ, അങ്ങനെ ആശാന്റെ ഈ കാവ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും തൻ സാഹിത്യ സൃഷ്ടികളിലെ അദ്ദേഹത്തിന്റെ പ്രസംഗ വേദികൾ എത്തുമ്പോൾ അതിൽ വിമർശന ബുദ്ധിയ ഓരോ കാവ്യഭാവനയെക്കുറിച്ചും അദ്ദേഹം വളരെ ഭംഗിയായി ഫലപ്രദമായി ചിത്രീകരിക്കുമ്പോൾ ചിന്താവിഷ്ടയായ സീതയെ ആദ്യമായി ഒരു ആധുനിക ഫെമിനിസത്തിന്റെ കാലഘട്ടത്തിലേക്ക് ആശാൻ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വളരെ ഭംഗിയായി എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സീതാകാവ്യത്തിൽ വിവരിക്കുന്നത്. അങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ സാഹിത്യ മേഖലയിലെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗകലയിലേക്ക് കടന്നാൽ, പ്രസംഗം അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നാനാഭാഗത്തുനിന്ന് ആളുകൾ ആരെയും ക്ഷണിക്കാതെ
അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന രംഗം ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ഒഴുകിയെത്തുന്ന രംഗത്ത് അദ്ദേഹം പതുക്കെ മൈക്കിനരികിൽ വന്ന് നിന്ന് പതുക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ തുടക്കം വളരെ സൗമ്യമായി. ആ സൗമ്യമായ ഭാഷയിൽ തുടങ്ങി വെച്ച് ക്രമേണ ആ ഭാഷയുടെ രൂപം മാറി, ഭാവം മാറി, കുളിരുള്ളത് പോലെ വന്നത് തിരമാലകൾ പോലെ അല്ലടിക്കുന്ന രൂപത്തിലേക്ക് സിംഹഗർജനമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാറുന്ന രംഗമെത്തുമ്പോഴേക്ക് ശ്രോതാക്കളിൽ കർണാനന്ദകരമായ അനുഭൂതി, രോമാഞ്ചജനകമായ അനുഭൂതിയും പകർത്തുന്ന രൂപത്തിലേക്കായിരുന്നു ആ പ്രസംഗ കല വളർന്നു വരുന്നത്. അതാണ് പ്രസംഗ കലയുടെ ഉത്സാഹം എന്ന രൂപത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ആ പ്രസംഗ കലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് സ്വീകാര്യതയുണ്ട്, അദ്ദേഹത്തിന്റെ അവതരണങ്ങളിൽ സ്വീകാര്യതയുണ്ട്, അതിന്റെ ആരോഹണ അവരോഹണ ക്രമത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്, ആകർഷണീയമുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രസംഗ കലയിൽ സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും നർമ്മങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ നർമ്മം നമുക്ക് ഏവർക്കും നല്ല രൂപത്തിൽ ചിരിച്ചാസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമർശനത്തിന്റെ രൂപത്തിലെടുക്കുമ്പോൾ ചില കുട്ടികൾ ഒരുപക്ഷെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ തൃശ്ശൂരിൽ പറഞ്ഞൊരു വാദം കൊണ്ട് എന്റെ വാക്കുകൾ എന്റെ പട്ടാളമാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ പട്ടാളത്തെ കൊടുത്തുവിട്ട് യഥാർത്ഥത്തിൽ കൊള്ളുന്ന രൂപത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ഒരു നിര അദ്ദേഹം ഉയർത്തിക്കൊണ്ടാണ്, ഒരു സൈന്യത്തെയാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നത് തൊടുത്തുവിടുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ നാക്കും വാക്കും വിശ്വവിഖ്യാതമായ നാക്കെന്ന ഒരു പത്രപ്രവർത്തകൻ മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് എഴുതി ഞാൻ ഓർക്കുന്നു. ആ വിശ്വവിഖ്യാതമായ നാക്ക് എന്ന് പറയാൻ ഇടവന്നത് സമയോചിതമായി, സന്ദർഭോചിതമായി നമ്മുടെ സമൂഹത്തിലെ സാഹിത്യ വിഷയങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സർവോപരി ജീവിത പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളെല്ലാം തന്റെ പഠനത്തിനും വിമർശനത്തിനും വീക്ഷണത്തിനും ദിശാബോധം പകരുന്ന കാഴ്ചപ്പാട് ഉയർത്തുന്നതിനും ഒക്കെ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ അനശ്വരനായ പ്രതിഭാശാലിയുടെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകൾ നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരുപക്ഷെ പ്രസംഗകർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ഗ്രീക്ക് ഇതിഹാസത്തിലെ മാർക്ക് ആന്റണി ഒരു ജനതയെ വലിയ രൂപത്തിൽ തളച്ചിടുന്ന രൂപത്തിലേക്ക് തന്റെ കരുത്ത് പ്രയോഗിച്ച പ്രഭാഷണത്തെ കുറിച്ച് ഗ്രീക്ക് ഇതിഹാസത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതിന് സമാനമായിരുന്നു അഴീക്കോട് മാഷയുടെ ആ പ്രയോഗങ്ങൾ. എത്ര മനോഹരമായി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഓരോന്നിടത്ത് പരിശോധിച്ചാൽ തത്വമസി വായിച്ചിട്ടുള്ളവർ ഈ വേദിയിലും സദസ്സിലും ഉണ്ടാകും. ഒരാവർത്തി വായിച്ചാലൊന്നും നമുക്ക് ഉൾക്കൊള്ളില്ല. എത്രയോ പ്രാവശ്യം വായിച്ചാണ് ഞാൻ ആ തത്വമസിയുടെ ഉള്ളടക്കം വായിച്ചത്. യഥാർത്ഥത്തിൽ ഉപനിഷത്തുകളെ ആധാരമാക്കി ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മലയാള ഭാഷയിലും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തും ദേശീയതലത്തിലും ആഗോളതലത്തിലും ശ്രദ്ധിക്കപ്പെട്ട് ഒരുപക്ഷെ സുമാരഴിക്കോട് സാറിനെ ലോകം ആദരിക്കപ്പെടുന്ന രൂപത്തിലേക്കുള്ള ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത് തത്വമസിയാണ്. ആ തത്വമസി ഉപനിഷത്തുകളിലെ ആധാരമാക്കി അദ്ദേഹം രചിച്ചിട്ടുള്ള എത്രയോ ഉന്നതമായ വീക്ഷണങ്ങളാണ്. അതിന്റെ 6 പതിപ്പ് വരെ ഇറങ്ങിയിരുന്നു. എത്ര വലിയ രൂപത്തിൽ 12ഓളം പുരസ്കാരങ്ങൾ, വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഉൾപ്പെടെ ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് 12ഓളം അവാർഡുകൾ കിട്ടിയിരുന്നു തത്വമസിക്ക്. അതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന വ്യക്തിത്വങ്ങളിലുള്ള യഥാർത്ഥത്തിൽ ഗാന്ധിജിയായി. ഗാന്ധിജിയെ കാണാൻ വാർത്തയിലേക്ക് പോയി, കത്തുമായി പോയി ഗാന്ധിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഗാന്ധിജി മൗനവ്രതത്തിലായിരുന്നു. എന്നാൽ ചർക്കയിൽ നൂല് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗാന്ധിജിയെ കണ്ട് ഗാന്ധിജിയുടെ മൗനം വാചാലമാണെന്ന് മനസ്സിലാക്കിയ സുമാർ അഴീക്കോട് ആ മനസ്സ് വായിച്ചെടുത്ത് തന്റെ മനസ്സും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങി. പിന്നീട് അദ്ദേഹം കേരളക്കരയിൽ ഉടനീളം നടന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണ കരയിലല്ല, എല്ലാ വേദികളിലും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഗാന്ധിജിയെ എവിടെയെങ്കിലും അദ്ദേഹം ഉപമിക്കുമായിരുന്നു. ഗാന്ധിയൻ ഫിലോസഫിയെ അദ്ദേഹം നെഞ്ചേറ്റി. ആ ഫിലോസഫി അദ്ദേഹം പല സന്ദർഭങ്ങളിൽ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധാലുവാണ്. എന്തായിരുന്നു ഗാന്ധിയൻ ഫിലോസഫിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്? 1, അധ്വാനമില്ലാത്ത സമ്പത്ത്, അത് ആസ്വദിച്ചുകൂടാ. 2, മനസാക്ഷിയില്ലാത്ത ആനന്ദം, അത് ആനന്ദമല്ല. 3, ധാർമ്മികതയില്ലാത്ത വ്യാപാരം, അത് വ്യാപാരമല്ല. 4, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, അത് ശാസ്ത്രമല്ല. 5, വ്യക്തിത്വമില്ലാത്ത അറിവ്, അത് അറിവല്ല. 6, മനുഷ്യത്വമില്ലാത്ത അല്ലെങ്കിൽ ത്യാഗമില്ലാത്ത മതം മതമല്ല. ആദർശമില്ലാത്ത രാഷ്ട്രീയം രാഷ്ട്രീയമല്ല. ഈ ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ കൃത്യമായി മാനവരാശിയുടെ മുമ്പിൽ വിവരിച്ചുകൊണ്ടായിരുന്നു അഴീക്കോട് സാർ ഗാന്ധിജിയെ എല്ലായ്പ്പോഴും തികഞ്ഞ ഗാന്ധിയനായിരുന്നു ജീവിതം.
അദ്ദേഹത്തിന്റെ വസ്ത്രം, എടുപ്പ്, നടപ്പ്, രീതി എല്ലാം പരിശോധിച്ചു തികഞ്ഞ ഗാന്ധി. ആ ഗാന്ധി ഭക്തൻ എല്ലാ അർത്ഥത്തിലും ഗാന്ധിജിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടായിരുന്നു നാടാകെ. അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച രണ്ട് മറ്റ് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് യുവപ്രഭാവനായ ശ്രീനാരായണ ഗുരുസ്വാമികൾ. ഗുരുവിന്റെ ദുഃഖം എന്നൊരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അത് വായിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വാഗ്ഭടാനന്ദ സ്വാമികൾ ആ കാലഘട്ടത്തിൽ വടക്കേ മലബാറിൽ സ്വീകരിച്ച അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടവും പടയൊരുക്കവും അദ്ദേഹത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും പ്രഭാഷണത്തിലും സൂചിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അഴീക്കോട് മാഷയുടെ ജന്മശതാബ്ദിയിലേക്ക് കടക്കുമ്പോൾ പറയാൻ വരുന്നെങ്കിൽ ഒരുപാട് സമയം നിന്ന് പ്രസംഗിക്കാനുള്ള, കാരണം സാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നവലോക സാംസ്കാരിക കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ പൊൻകുന്നം വർക്കിക്ക് ഒരുപക്ഷെ ആദ്യമായി ദർബാർ ഹാളിന് വെളിയിൽ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുമ്പോൾ 10,000 ആളുകളുടെ ഘോഷയാത്രയോട് കൂടിയാണ് ഞങ്ങൾ ആ ചടങ്ങ് സംഘടിപ്പിച്ച പാമ്പാടി. അന്ന് അഴീക്കോട് സാർ ആദ്യമായി അവിടെ പ്രസംഗിച്ചു. സാഹിത്യകാരന്മാർക്ക് സാധാരണഗതിയിൽ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുമ്പോൾ 10-50 പേരുടെ സാന്നിധ്യത്തിൽ ദർബാർ ഹാളിൽ കൊടുത്തിരുന്ന ഈ ഒരു ചടങ്ങ് ജനകീയമാക്കി മാറ്റിയത് വാസ്തവനാണ്. ഇത്രയും ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ എന്തോ ഇങ്ങനെ നിൽക്കണം എന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കുന്നത്. പിന്നീട് നടന്നിട്ടുള്ള എല്ലാ വർഷങ്ങളിലെയും ജന്മദിനാഘോഷത്തിലും അദ്ദേഹം മരിച്ചതിന് ശേഷം എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായി നവലോകം സാംസ്കാരിക കേന്ദ്രത്തിലെത്തുകയും എല്ലാ വർഷവും പ്രഭാഷണ കലയിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളുമായി പല ഘട്ടങ്ങളിലും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനും അതുപോലെ തന്നെ ജീവിക്കാനും ഒക്കെ കഴിഞ്ഞ അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചു. ഒരിക്കലും നമുക്ക് വിട്ടുപിരിയാനാവാത്ത സൗഹൃദം. അപ്പൊ ഇടപെടുന്നവർക്കൊക്കെ വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർത്തും അതേപോലെ തന്നെ മനുഷ്യ സ്നേഹത്തിന്റെ വികാരവായ്പോടു കൂടിയ സമീപനങ്ങളും ഏത് അനീതിയെയും കരുത്തോടുകൂടി ചെറുക്കാനുള്ള ആർജവും എല്ലാം ഉയർത്തിക്കൊണ്ട് തന്റെ തോലിയെ പടവാളാക്കി നാക്കിനെ സൂചിപ്പിച്ച പോലെ അതിൽ ഉയരുന്ന അക്ഷരങ്ങൾ പട്ടാളങ്ങളാക്കി മാറ്റിയിരുന്ന അനശ്വരനായ നമ്മുടെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ആഘോഷം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ ട്രസ്റ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അഭിനന്ദനാർഹമാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ആ നിലയിൽ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അഴീക്കോട് സ്മാഷിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷണ കലയുടെ ഉള്ളടക്കങ്ങൾ എല്ലാം വിശദീകരിക്കാൻ അവസരമുണ്ടാക്കാൻ ട്രസ്റ്റ് എടുത്ത തീരുമാനത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.